ും 10 നന്മ വെച്ചു കൊടുക്കുമെന്ന. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആര് നിത്യമായിട്ട് ഓതുന്നുണ്ടോ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഖുർആൻ ഓതണം കഴിവിന്റെ പരമാവധി. എത്ര സൂറത്തുകൾ എത്ര നമുക്ക് ഓതാൻ കഴിയുമോ എന്റെ ചെറുപ്പക്കാരാ ഓതടാ പൊന്നുമോനെ. എത്ര സൂറത്ത് നീ കാണാതെ പഠിച്ചിട്ടുണ്ട്. നീ മദ്രസയ്ക്ക് പഠിച്ചപ്പോ ഉസ്താദന്മാർ ഒരുപാട് സൂറത്തുകൾ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നീ എല്ലാം മറന്നു കളഞ്ഞു. നീ അത് ഓതാതെ എല്ലാം മറന്നു കളഞ്ഞു. നിനക്കതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സഹാബ, നരകത്തിൽ എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ? നരകത്തിലേക്ക് എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ? എന്താ മുത്തി നബിയെ? പ്രവാചകൻ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാർ എത്ര സൂറത്ത് വല്ലുഹ മുതൽ താഴോട്ടുള്ള സൂറത്തുകളൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചവരാ. എത്ര പേർക്കറിയാം? വല്ലുഹ മുതൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ് വരെ 20 22 സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളൊക്കെ ഒന്ന് കാണാതെ ഓതാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഖുർആനിലെ ഖുർആനിലെ ഒരു 10 സൂറത്ത്, അലിഫ് ലാം മീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് 114 സൂറത്തുകളുണ്ട്. ഒരു 10 സൂറത്ത് കാണാതെ അറിയുന്നവരൊക്കെ കൈപൊക്കിക്ക്. കൈതാഴ്ത്ത്. യാസീൻ കാണാതെ ഓതാൻ അറിയുന്നവരൊക്കെ കൈപൊക്കിക്ക്. അപ്പോഴും എന്താ പകുതി ആൾക്കാർ പഠിച്ചതല്ലേ യാസീൻ? നിങ്ങളൊക്കെ യാസീൻ, നമ്മളെല്ലാവരും യാസീൻ ഓതാൻ പഠിച്ചവരാ. പക്ഷെ ഓതണില്ല. എന്താ യാസീന്റെ മഹത്വം? എന്താ യാസീനിന്റെ മഹത്വം? മരിച്ച പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് യാസീൻ ഓതുമല്ലോ, വേറെ ഒരു സൂറത്ത് ഓതത്തില്ല, യാസീൻ ഓതും. എന്തേ കാരണം? മയ്യത്ത് ഖബറിലിറക്കി വെച്ചിട്ട് ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നു. യാസീൻ ഓതുന്ന എന്തിനെന്നറിയോ? മരിച്ചവരുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ 40 ദിവസം അള്ളാഹു ആ മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. യാസീൻ ഖബറിന്റെ ചാരത്ത് വെച്ച് ഓതുകയാണെങ്കിൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടും. അതുകൊണ്ടാണ് യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് ഒരു സൂറത്തുണ്ട്, 30 ആയത്തുണ്ട്. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ഓതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അറിയില്ല? സൂറത്തുൽ വാഖിയ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തുർ റഹ്മാൻ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു സജദ ഓതാൻ അറിയുന്നവർ കൈവക്കിക്കേ. സൂറത്തു സജദ, സൂറത്തുൽ കഹ്ഫ് ഓതാൻ അറിയുന്നവർ കൈവക്കിക്കേ. പിന്നെ നിനക്കൊക്കെ സന്തോഷം വരും, അല്ലാഹ് തരും കേട്ടാ. നല്ല മരണമല്ല. ഈ സൂറത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? എടാ, സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ മരിക്കുന്ന കാലം വരെ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെയൊക്കെ വാപ്പായും ഉമ്മായും ഗൾഫിലുണ്ടോ? നിങ്ങളുടെയൊക്കെ പഴയ കാലം ചിന്തിക്ക്. വാപ്പായും ഉമ്മായും ഗൾഫിൽ പോയിട്ടാ വീട് വെച്ച്, ഗൾഫിൽ പോയിട്ടാ മക്കളെ കെട്ടിയേ, അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടാ നിങ്ങളുടെ പെൺമക്കളെയൊക്കെ കെട്ടിച്ചതല്ലല്ലോ. എന്തുകൊണ്ട്? അവരുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു കൊടുത്തിട്ടില്ല. കാരണം അവര് മഗ്രിബിന്റെ ഇശായിന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതുമായിരുന്നു. സൂറത്തു സജദ എന്താ പ്രതിഫലം? 3 പേജേ ഉള്ളൂ. സൂറത്തുൽ സജദ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്ത പ്രതിഫലം? എന്ത് ചെയ്ത പ്രതിഫലം? പറ, എന്ത് ചെയ്ത പ്രതിഫലം? ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഹജ്ജിന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു ആലം. ബാക്കിയുള്ളവരാരും എന്താ ഇപ്പൊ പോകാത്ത? പൈസ ഇല്ലാത്തണ്ട? സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? പറഞ്ഞ എത്ര പേരെ? ഷഹീദ് ഉണ്ടല്ലോ, ഷുഹദാക്കൾക്ക് 70 പേര്. ഷുഹദാക്കൾക്ക് 70 പേര്. ഹാഫിളീങ്ങൾക്ക് 40 പേര്. ആലിമീങ്ങൾക്ക് 10 പേര്. പിന്നെ ഖുർആൻ, പിന്നെ നിങ്ങൾക്ക് ഒരാളെങ്കിലും. എന്നാൽ ഹജ്ജിന് പോയിട്ടുള്ള ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യ് ഹജ്ജിന് പോകാൻ. അള്ളാഹു ബാക്കി